ഇത്തവണത്തെ SSLC ഫലപ്രഖ്യാപനം നടത്തിയത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ്. 40 വർഷം മുമ്പ് 10ാം ക്ലാസ് പരീക്ഷയിലെ റാങ്കുകാരിയായിരുന്നു ഷർമിള. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഫലം വിളിച്ചറിയിച്ചത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഓർത്തെടുക്കുന്നു. SSLC ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തവണ മന്ത്രി ഇല്ലാതൊരു ഫലപ്രഖ്യാപനമാണ്. അതിനപ്പുറത്തേക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. 40 വർഷം മുന്നേ SSLC പരീക്ഷയിൽ റാങ്കുകാരിയായ ഇപ്പോഴത്തെ IAS ഉദ്യോഗസ്ഥ ഫലം പ്രഖ്യാപിക്കുന്നു. എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷം തോന്നി. വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഫലം പ്രഖ്യാപിച്ചപ്പോൾ. എങ്ങനെയാണ് ഇത്തവണയും പെൺകുട്ടികളാണ് മുന്നിൽ, അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്? കൂടുതൽ സന്തോഷമുണ്ട്. പെൺകുട്ടികൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഗോൾ ഓറിയൻറ്റഡ് ആണ്. സോ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഓർ ദാറ്റ് റിഫ്ലെക്ട്സ് ആസ് ബെറ്റർ റിസൾട്ട്സ്. അന്നത്തെ ഓർമ്മകൾ എങ്ങനെയാണ്? ആ റാങ്ക് നേടിയപ്പോഴുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? വളരെ സന്തോഷമുണ്ടായിരുന്നു, വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയാണ് ആ റാങ്ക് നേടിയെന്നുള്ള കാര്യം അറിയുന്നത്? ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഇവിടെ ട്രിവാൻഡ്രം ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. റിസൾട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബ് സാർ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു, ലാൻഡ് ലൈനിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. ഇത്തവണ ഈ ഒരു കാലഘട്ടത്തിൽ പഠന നിലവാരത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ടോ? പുതിയ കരിക്കുലമുണ്ട്, പുതിയ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് കരിക്കുലത്തിൽ റിഫ്ലക്റ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കുട്ടികളും പ്രിപ്പയർഡ് ആകുന്നുണ്ട്. ഇത്തവണ വിദ്യാഭ്യാസ മന്ത്രി ഇല്ല, അങ്ങനെ ഒരു നിയോഗം കിട്ടുന്നു. അതിലെങ്ങനെ തോന്നുന്നു ഈ ഒരു ഫലം പ്രഖ്യാപിക്കാൻ കിട്ടിയ ഒരു അവസരത്തിൽ? സന്തോഷമുണ്ട്. എന്താണ് പുതിയ വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരു മെസ്സേജ്? വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഒരു വ്യക്തമായിട്ട് ഗോൾസോട് കൂടെ പഠിച്ചാൽ വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് സംസാരിച്ചത്. ഇന്ന് മന്ത്രിയില്ല, അതുകൊണ്ട് തന്നെ ഒരു ഫലം പ്രഖ്യാപിക്കാനുള്ള ഒരു നിയോഗം ഷർമിള മേരി ജോസഫിലേക്ക് എത്തുകയായിരുന്നു. 40 വർഷം മുന്നേയുള്ള റാങ്കുകാരിയാണ് ഇത്തവണ ഫലം പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി വരികയും ചെയ്യുന്നത്. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.